ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതും ഫുൾ ഓഫ് വൈറ്റ് സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. ആദ്യത്തെ സാരി ഫുൾ വൈറ്റ് ആണ്. വൈറ്റ് ബേസ് ആണ് സാരിയുടെ ഫുൾ വരുന്നത്. അതിൽ വരുന്ന വർക്കും ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ത്രെഡ് ഇട്ടുള്ള ഫുൾ വർക്കാണ് വരുന്നത്. പല്ലു ഏറ്റവും ബോർഡറിൽ ഒരു വീതി ബോർഡറായിട്ടൊരു ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. പിന്നെ ബോഡിയിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു ലീഫ് പോലത്തെ വർക്ക്, അത് ഫുള്ളായിട്ട് പല്ലു ഫുള്ളും ഫ്രണ്ടിൽ ബോഡി പോർഷനിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ വരുന്നു. ഫ്രണ്ടിൽ പ്ലേറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കിന് അത് ഹാഫ് പോർഷൻ ആകുന്നു. അത് പിന്നെ തുടക്കം വരെ ആ ഒരു പാറ്റേണിൽ തന്നെ പോകുന്നു. ബ്ലൗസ് പീസ് വരുമ്പോഴും സെയിം ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെ വന്നിട്ട് കുഞ്ഞ് ഫ്ലവേഴ്സ്, കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് ഇങ്ങനെ ബൂട്ടാസ് പോലെ ഫുൾ ബ്ലൗസിൻ്റെ ബോഡിയിലും വരുന്നു. ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു സാരിയാണ്. ഇങ്ങനെ വരും ഈ സാരിയുടെ ഒരു ലുക്ക്. അടുത്തതും വൈറ്റ് സാരി തന്നെയാണ്. അപ്പം അതിൽ വരുന്ന വർക്കിൻ്റെ ഷെയ്ഡ് കളറിൽ ഇങ്ങനെ ഇതും നല്ലൊരു വൈറ്റ് ഷെയ്ഡ് സാരിയാണ്. അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്, ബോർഡർ ഒന്നുമില്ല സാരിയിൽ. ബോഡി ഫുൾ കുഞ്ഞു ഫ്ലവേഴ്സ്, അത് ആ ഒരു യെല്ലോ ഷെയ്ഡും ഉണ്ട്, പിങ്ക് ഷെയ്ഡും ഉണ്ട്. യെല്ലോയും ഈ ഒരു പിങ്ക് ഫ്ലവറുമായിട്ട് ഫുൾ. ഈ ഒരു യെല്ലോ ഫ്ലവർ ഇങ്ങനെ ഫുൾ സ്ലാൻഡിങ് ആയിട്ട് പോകുന്നു. പിങ്ക് അതിങ്ങനെ ഫുൾ ബോഡിയിൽ വരുന്നു. പല്ലു പോർഷനിൽ ഇച്ചിരി കൂടെ വീതിയിലുള്ള വർക്കാണ് പോയേക്കുന്നത്. ഇപ്പോൾ ഒരു ഇങ്ങനെ ഫ്ലവറും ബേർഡിൻ്റെ ഒക്കെ ആയിട്ട് വർക്ക് കൊടുത്തേക്കുന്നു. ബ്ലൗസ് പീസ് ഇതിൻ്റെ റണ്ണിങ് ആയിട്ട് പോയേക്കുന്നു. ആ പല്ലുവിൽ വന്നേക്കുന്ന വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ ബോർഡറിൽ കൊടുത്തേക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. അടുത്തത് വരുന്നത് സെയിം ഈ വർക്ക് തന്നെ കളർ ചേഞ്ച് വരുന്നു. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ഒന്ന് കാണിക്കാൻ വേണ്ടി, യെല്ലോ ഫ്ലവേഴ്സിന് പകരം ഒരു പീച്ച് ഫ്ലവേഴ്സും പിങ്ക് ഫ്ലവേഴ്സും കൂടെ ആയിട്ട്. ബാക്കി ഫുൾ സെയിം. ഫ്രണ്ടിൽ പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഹാഫ് പോർഷനോളം വർക്ക്, ഫ്രണ്ട് പോർഷൻ ഫുള്ളും വർക്ക്. പല്ലുവിലും സെയിം വർക്ക് തന്നെ വരുന്നു. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും വർക്ക് തന്നെ. കളർ ഈ ത്രെഡ് വർക്കിൻ്റെ കളർ മാത്രം മാറുന്നു ഈ ഒരു വർക്ക്. അടുത്തത് വൈറ്റ് ഷെയ്ഡ് തന്നെ. അപ്പോൾ അതിൻ്റെ ബോർഡറായിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വരുന്നത്. അപ്പോൾ ഈ ബോർഡറിൽ വരുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്നത് പീച്ചും ഒരു ടൊമാറ്റോ റെഡും കൂടെ വരുന്നു. ഗ്രീൻ ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുന്ന കോമ്പിനേഷനിൽ വരുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് രണ്ട് സൈഡും ബോർഡറായിട്ട് പോയേക്കുന്നത്. പല്ലു ബ്ലൗസ് പീസ് വരുമ്പോഴും സെയിം റണ്ണിങ് ആയിട്ട് വന്നിട്ട് സ്ലീവ്സിൻ്റെ ബോർഡറിൽ വീതി കുറഞ്ഞ് സെയിം വർക്ക് തന്നെ. ഇത് ഇങ്ങനെ നിൽക്കും ഈ ഒരു സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത സാരി വരുന്നത് എല്ലാം ഓഫ് വൈറ്റ് തന്നെയാണ്. ഓഫ് വൈറ്റിൽ തന്നെ വർക്ക്. ഇത് വരുന്നത് പിങ്കും ഗ്രീനും കൂടെ ആയിട്ട്. ഈ ഒരു സാരിക്ക് വരുമ്പോഴത്തേക്കിനും ബോർഡറും ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കൂടെ വർക്ക് വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഒത്തിരി ഓഫ് വൈറ്റ് സാരീസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വൈറ്റിൻ്റെ തന്നെ കളക്ഷൻസ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇത് ചെറിയ ബോർഡറായിട്ട് സ്ലീവ്സിൽ വരുന്നു. സാരി ബോഡി വരുമ്പോൾ കൂടുതലും വൈറ്റ് തന്നെ നിൽക്കും. ആ ഒരു വർക്കും കൂടെ ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ബോർഡർ വീതിയിൽ വരുന്നത് ഈ ഒരു സാരി. ഇനി അടുത്ത സാരി വൈറ്റ് തന്നെ. ഇത് വരുമ്പോഴത്തേക്കിന് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി തന്നെ ഫുള്ളായിട്ട് പോയേക്കുന്നു. പല്ലു ഫ്രണ്ട് പോർഷനും ഫുള്ളായിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പോയേക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കിന് ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ഫ്ലവർ ബൂട്ടാസ് പോലെയായിട്ട് ഫ്രണ്ടിൽ വരുന്നു. ഈ ഒരു ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ബ്ലൗസ് പീസ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഫുൾ ബോഡിയിൽ വരുന്നു. ഇത്രയും സാരീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്